രക്ഷിക്കാൻ കഴിയാത്ത കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ആ മേഖലയിൽ മലയോര മേഖലയിൽ വന്യമൃഗങ്ങളുടെ ശല്യം തടയാനും അതിന് നിയമനിർമ്മാണം നൽകാനും കർഷകരുടെ പ്രശ്നത്തിന് പരിഹാരം കാണാനുമുള്ള തീരുമാനങ്ങളാണ് UP നമ്മുടെ ഇന്ത്യ മുന്നണി മുൻപോട്ട് വെക്കുന്നത്. എന്നാൽ BJPക്കെതിരെ ഞങ്ങൾ പ്രവർത്തിക്കുന്നു, ഞങ്ങൾ BJPക്കെതിരാണെന്ന് പറയുന്ന പിണറായി വിജയൻ അദ്ദേഹത്തിനെതിരായി ഉയർന്നു വന്ന അഴിമതി ആരോപണങ്ങളിൽ മുങ്ങിക്കുറിച്ചു വെക്കുന്ന പിണറായി കേസുകളിൽ നിന്ന് രക്ഷപ്പെടാൻ നരേന്ദ്രമോദിയുടെ കൈകളിൽ സ്വന്തം കൈകളിൽ വെച്ച് കൈക്കുമ്പിളിൽ വെച്ച് യാചിക്കുന്ന അധൈര്യമില്ലാത്ത തന്റെ ഇടമില്ലാത്ത പിണറായി വിജയനാണ് കേരളത്തിലെ ഇടപക്ഷങ്ങളെ നയിക്കുന്നത്. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറനും തന്റെ ഇടത്തോടെ നരേന്ദ്രമോദിയുടെ മുഖത്ത് നോക്കി പറഞ്ഞു, ഞങ്ങൾക്ക് ജയിലിൽ ഞങ്ങൾക്ക് BJPക്കൊപ്പം ചേരാൻ ഞങ്ങൾക്ക് മനസ്സില്ല എന്ന് പറഞ്ഞ ആ മുഖ്യമന്ത്രിമാർ ജയിലിലാണ്. എന്നാൽ മുട്ടോളം അഴിമതിയിൽ മുന്നിൽ നിൽക്കുന്ന പിണറായി വിജയൻ ആ വിജയനെതിരായി കേസില്ല, അന്വേഷണമില്ല, അറസ്റ്റില്ല. എന്തുകൊണ്ടാണ് ഇല്ലാത്തത്? സ്വർണ്ണ കള്ളക്കടത്ത്, കള്ളക്കടത്ത്, മാസപ്പടി, തെറ്റിപ്പറഞ്ഞു കേരളം ഞങ്ങളുടെ ഏറ്റവും വലിയ കൊടിയ ഗുണനായ SNC ലാവ്ലിൻ അഴിമതിയിൽ വരെ മുങ്ങിക്കുറിച്ചേർക്കുന്ന പിണറായി വിജയൻ നരേന്ദ്രമോദിയുടെ ദാസനായതുകൊണ്ടാണ്, RSSകാരന്റെ ചെരുപ്പിളക്കിയായതുകൊണ്ടാണ് കേരളത്തിൽ BJPയുടെ അധികാരത്തിന്റെ പേരോട്ടവും കേരളത്തിലെത്താത്തത്. പിണറായി വിജയനെയും മകനെയും അറസ്റ്റ് ചെയ്യാൻ ഇടിക്ക് കഴിയുന്നില്ല. ഈയുടെ ഉദ്യോഗസ്ഥന്മാർക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ നരേന്ദ്രമോദിയും അമിത്ഷായും സമ്മതിക്കുന്നില്ല. പ്രിയമുള്ളവരെ, കേരളത്തിലെ CPM പാർട്ടിയുടെ വഞ്ചന ഇതോടെ നമുക്കെല്ലാവർക്കും വ്യക്തമായിരിക്കുന്നു. അവർക്കൊറ്റ ലക്ഷ്യം മാത്രം, അവരുടെ നേതാവ് പിണറായി വിജയനെ അഴിമതിയിൽ നിന്ന് രക്ഷിക്കണം, മകളെ ജയിലിലേക്ക് വിടരുത്. അതിനുവേണ്ടി കേരളത്തിലെ ഇടതുപക്ഷത്തെയും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെയും BJPക്ക് അടിയറവെക്കുകയാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ് പിണറായി വിജയൻ. നേതാവ് അച്യുതാനന്ദനും EMS-ഉം എല്ലാം കേരളം ഭരിച്ചിട്ടുണ്ട്. പക്ഷെ ഇതുപോലെ അഴിമതിക്കാരനായ ഒരു മുഖ്യമന്ത്രി, ആ അഴിമതി മൂടിവെക്കാൻ വർഗീയ ശക്തികളോട് സന്ധി ചെയ്യുന്ന ഒരു മുഖ്യമന്ത്രി ഈ നാട്ടിൽ സാധാരണക്കാരും ന്യൂനപക്ഷങ്ങളോട് കൊടുക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ മോഡിക്ക് കഴിയുന്നില്ല, പിണറായിക്കും കഴിയുന്നില്ല. മോഡിയും പിണറായിയും ഒരു നാളത്തിന് ഇരുവശങ്ങളാണ്. ഇന്ത്യൻ പാർലമെന്റിൽ ഈ പൗരത്വ നിയമം വന്നപ്പോ രാഹുൽ ഗാന്ധിക്കൊപ്പം ഈ ടെമ്പിളിനെ പോലെ ഇന്ത്യൻ പാർലമെന്റിൽ ആ പൗരത്വ നിയമത്തിനെതിരായി ആഞ്ഞടിച്ച ഒരു കൊടുങ്കാറ്റിന്റെ വേഗത്തിൽ ആഞ്ഞടിച്ച നേതാവാണ് ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്. ഇന്ത്യയിലെ സാധാരണക്കാരായ ജനങ്ങളുടെ ശബ്ദമാണ് ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്. 3 പതിറ്റാണ്ടുകാലം MPയായിരുന്നിട്ടും ഇന്നും ഈ നല്ല സാധാരണക്കാരന് ഏറ്റവും ഇഷ്ടമുള്ള, അവർ അംഗീകരിക്കുന്ന, അവർ ആഗ്രഹിക്കുന്ന വികസനങ്ങൾ ഇന്ത്യൻ പാർലമെന്റിലും ഇന്ത്യൻ പാർലമെന്റിലെ പുറത്ത് ഡൽഹിയിലെ സർക്കാർ ഓഫീസുകളിലും ഒരു പഞ്ചായത്ത് മെമ്പറെ കണക്ക് ഓടി വന്ന് നേടിയെടുത്ത കേരളത്തിലെ 20 ഏറ്റവും ജനപ്രിയനായ MPയാണ് പ്രിയങ്കരനായ ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്.